ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്ന സ്കിച്ചൻ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ ബട്ടർഫ്ലൈ ആണ്. പൂമ്പാറ്റയെ പോലെയുള്ള ഒരു ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതൊരു പാർട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഒരു സ്റ്റാർട്ടേഴ്സായിട്ട് പോലും എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നോമ്പിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇതിനു വേണ്ടി ഞാനൊരു 250 ഗ്രാം ചിക്കൻ്റെ പീസുകൾ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് മതിയാവട്ടെ, നിങ്ങൾ ആവശ്യത്തിനുള്ള നിങ്ങൾക്ക് എടുക്കുക. ഇത് എല്ലൊന്നും ഇല്ലാത്ത പീസാണ്. അപ്പോൾ ഇതിൽ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കുകയാണ്, ഇടിച്ചെടുത്ത മുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പുളി ഉണ്ടാവാൻ വേണ്ടിയിട്ടും പിന്നെ ഇതിനൊരു ക്രീമി ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ടുമാണിത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബാർബിക്യൂ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാട്ടോ, നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിന് പകരം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്താലും മതി, 2 ടീസ്പൂൺ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം വെക്കുക, അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചേർക്കാം കേട്ടോ. ഞാനിതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ഒരു പൂമ്പാറ്റയെ പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ സ്ലൈസ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഈ ഒരു കട്ടിയിലാണ് ഞാൻ എടുത്തത്. പിന്നെ ഈ പൊട്ടറ്റോ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാതെ ഇതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേ നമുക്കതിൻ്റെ ചിറകുകളായിട്ട് ഇങ്ങനെ വളച്ചെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് ചെറുതായിട്ട് പോവും. അപ്പോൾ ഞാൻ മുമ്പ് റൗണ്ടിലെടുത്തപ്പോൾ അതൊരു ഭംഗിയില്ലായിരുന്നു കാണാൻ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. നീളത്തിൽ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്യുക, ഒന്ന് നേരി ചൂടുള്ള വെള്ളത്തിൽ മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കോൺഫ്ലോർ മിക്സ് ചെയ്തത് അതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂട് വെള്ളത്തിൽ തന്നെ കേട്ടോ മിക്സ് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് തണുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്യുക. കോൺഫ്ലോർ ഒന്ന് കലങ്ങിയ ശേഷം അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ പൊട്ടറ്റോ മുങ്ങി വരാൻ പാകത്തിന് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ വെള്ളം നന്നായി ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പൊട്ടറ്റോ മുങ്ങി വരാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോഴേ ഈ പൊട്ടറ്റോ ഒക്കെ ഇതിൽ കിടന്നൊന്ന് സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ സോഫ്റ്റ് ആയാലേ നമുക്കിതുപോലെ ബട്ടർഫ്ലൈ ആക്കി എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മളത് വളച്ചെടുക്കുന്ന സമയത്ത് തന്നെ പൊട്ടറ്റോ എല്ലാം പൊട്ടിപ്പോവും. ഒന്ന് ചൂടാറാൻ വേണ്ടിയും അതുപോലെ പൊട്ടറ്റോ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ചിക്കന് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു നേരത്തെ. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് കട്ടായി പോയതാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഇവിടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ തുടങ്ങുക. അപ്പോൾ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് ഒരു ഭാഗത്തൂടെ കുത്തി കൊടുക്കുക. അതിനുശേഷം സെൻറ്റർ ഭാഗത്ത് ഒരു ചിക്കൻ്റെ പീസ് വെച്ച് കൊടുക്കുക. ഇനി ഇത് മറ്റേ ഭാഗത്തൂടെ ഇതുപോലെ കുത്തിയെടുക്കുക. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യാത്ത പൊട്ടറ്റോ ആണ്. ഇനി കട്ട് ചെയ്തതും കൂടെ ഒരെണ്ണം കാണിച്ചു തരാം. ഈ കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല പെർഫെക്റ്റായിട്ട് ബട്ടർഫ്ലൈൻ്റെ അതേപോലെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തൊരു പീസാണ്. ഇതുപോലെ ഒരു ഭാഗത്ത് ടൂത്ത് പിക്ക് കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒരു പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതേ ഭാഗം തന്നെ കുത്തിയിപ്പുറത്തൂടെ എടുത്ത് വെക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നമുക്ക് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. മാത്രമല്ല കേട്ടോ, വലിയവർക്കും നല്ല ഇഷ്ടപ്പെടും. കാരണം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. കെച്ചപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സോസൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിതിൻ്റെ കൂടെ പിസ്സൻ്റെ സോസായിരുന്നു സെർവ് ചെയ്തത്.
അപ്പോൾ നമ്മുടെ ചിക്കൻ ബട്ടർഫ്ലൈ ഒക്കെ ഇവിടെ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലിട്ട് ചെറിയ തീയിൽ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേ ഇതിൻ്റെ ഈ പൊട്ടാറ്റോ ഒക്കെ നല്ല കുക്കായി വരുള്ളൂ. അതുപോലെ തന്നെ ചിക്കനും കുക്കായി കിട്ടണം. അപ്പോൾ നല്ല മുങ്ങി വരാൻ പാകത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈസ് ഒക്കെ ഇങ്ങനെ എണ്ണയിൽ കിടന്ന് പാറി പറന്ന് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിനെ എല്ലാം കോരിയെടുക്കുകയാണ്. ഇപ്പോൾ കണ്ടോ നമ്മുടെ ചിക്കനൊക്കെ നല്ല ഡാർക്ക് ഷെയ്ഡിൽ വന്നിട്ടുണ്ട്. പൊട്ടാറ്റോ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡിലും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണാൻ തന്നെ. കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൂടെ എന്നോട് പറയാൻ മറക്കരുത് കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ ബാച്ചിലേഴ്സിന് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. Thank you for watching Jasna's Kitchen.